നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കൾ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സീറ്റ് പ്രൊജക്ഷൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ.ഡി.എക്ക് എത്ര സീറ്റ്? 2 അക്ക സീറ്റ് നേടണം എന്നുള്ള നിലയിലുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രധാനമന്ത്രി തന്നെ അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള സാഹചര്യമല്ല ഇപ്രാവശ്യമുള്ളത്. വളരെ വ്യക്തമാണ്. 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായ ജനവികാരമുണ്ട് സംസ്ഥാനത്ത്. മാത്രമല്ല ഇത്തവണ ഇത് ആദ്യമായിട്ടൊരു പോസിറ്റീവ് വോട്ടിംഗ് നടക്കും പ്രോ മോദി. കാരണം സാധാരണ നിലയിൽ LDFിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവരുടെ ഭരണവിരുദ്ധ വികാരം വേറൊരാൾക്ക് കിട്ടുന്ന പതിവാണ് നമ്മളെ കേരളത്തിലുള്ളത്. എപ്പോഴും ഒരു ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ മറ്റുള്ളവർക്ക് കിട്ടുക എന്നുള്ളതാണ് സംഭവിക്കുക. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രധാന കാരണം ലെഫ്റ്റിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി UDFിന് പോവില്ല. കാരണം UDFിന് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ള നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ഇത്തവണ ഒരു പ്രോ മോദി വോട്ടിനാണ് കേരളത്തിൽ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. 2014-ലും 2019-ലും രാജ്യത്ത് ഈ പറഞ്ഞൊരു പ്രോ മോദി വേവ് ഉണ്ടായി. അതൊട്ടും ഏശാതിരുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളം മാറി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ബി.ജെ.പി. ദേശീയ തലത്തിൽ നിന്ന് നോക്കുമ്പോഴും ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി ബി.ജെ.പി. വളരുമ്പോഴും നോർത്ത് ഈസ്റ്റിലേക്ക് വളരുമ്പോഴും ഒക്കെ കേരളമാണ് അതിൽ നിന്ന് ആ ഒരു സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് ഇത്തവണ മാറുമെന്ന് വിചാരിക്കാനുള്ള കാരണം അല്ലാതെ 2014-ലും 2019-ലും താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. 2014-ൽ മോദി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് നല്ല വോട്ട് കിട്ടിയത്. കാരണം ഒരു 5%, 6%-ൽ നിന്ന് ഒരു 10.5% വോട്ടിലേക്ക് ബി.ജെ.പി. വരുന്നു. 4.5% വോട്ടിൻ്റെ ജമ്പ്. അന്നൊരു മോദി ഭരിച്ചിട്ടൊന്നുമല്ല, ഭരിക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. 2019-ൽ സംഭവിച്ചത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ ഇവിടെ 1.5 കൊല്ലം മുമ്പ് തന്നെ നിങ്ങൾ പ്രചരണം നടത്തി. അതിനുവേണ്ടിയുള്ള വലിയ PR വർക്ക് നടന്നു. മാധ്യമങ്ങളെല്ലാം ചേർന്നിട്ട് ഇവിടെ എന്തോ വയനാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു നെറേറ്റീവ് ജനങ്ങൾക്കിടയിൽ 19-ൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. കാരണം ഒരു വൺ ടൈം മേജിക്കാണ് മോദി. ഇത്തവണ മോദിക്ക് രണ്ടാമതും ഭരണത്തിൽ വരില്ല എന്നുള്ള അത് കേരളത്തിൽ മാത്രമാണ് നടന്നത്. അതിന് പറ്റിയ രീതിയിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്നു. 2024-ൽ ഒരാളും, നിങ്ങൾ മാധ്യമങ്ങൾ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, ഇന്ത്യ മുന്നണി വരുമെന്ന് ആരും അത് പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല. ജനങ്ങളാരും അത് വിശ്വസിക്കുന്നുമില്ല. ഇപ്പം ഈ 400-ലധികം സീറ്റുകൾ NDAക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒപ്പീനിയൻ പോളുകൾ പോലും രാജ്യവ്യാപകമായി, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, മോദിയേക്കാൾ വലിയ അപ്രൂവൽ റേറ്റിംഗ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിൽ ഏറ്റവും കൂടി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തിന്റെ കാരണം ഞാൻ പറയാം, അതായത് LDFിന് വോട്ട് ചെയ്യുന്നവരും നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ കുറെ കൂടി വസ്തുതകൾ വേണം. അതായത് നമ്മൾ ഈ പ്രൊജക്ഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ LDFിന് വോട്ട് ചെയ്യുന്നവരും അവർ പ്രധാനമന്ത്രിയുടെ ചോയ്സ് കൊടുക്കുന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്കാണ്. നിങ്ങൾ ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം INDA മുന്നണി വേറെ വേറെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവർ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റുകാരനും പറയുന്നത് രാഹുൽ ഗാന്ധിയാണെന്നാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ ഒരു വളർച്ചയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. ഇപ്പോൾ 2011-ൽ നിന്ന് 2014-ലെത്തിയപ്പോൾ വളർച്ചയുണ്ടായി. അതിനുശേഷം 2019-ലെത്തിയപ്പോഴും വളർച്ചയുണ്ടായി. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് സംസ്ഥാനത്ത് പോൾ ചെയ്തത്. NDAക്ക് 30 ലക്ഷത്തിലധികം വോട്ട് സംസ്ഥാനത്ത് പോൾ ചെയ്യുന്ന സാഹചര്യത്തിൽ. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും രാഷ്ട്രീയം ഈ ഇലക്ഷൻ ഇത്രയും കാലമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും ഈ കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേറെയാണ്. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് ബി.ജെ.പിയുടെ ഒരു വളർച്ചയുടെ വളർച്ച. ഞാൻ ചോട്ടെ, ഞങ്ങളിപ്പോൾ ഒരു ആവറേജ് 15%-ലുണ്ട്. ഞങ്ങളപ്പോൾ 15%-ലുള്ള ഒരു പാർട്ടി, ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വോട്ട് കൂടുന്നതും കുറയുന്നതും ഒക്കെ. 2024-ൽ ബി.ജെ.പിക്ക് എത്ര വോട്ട് കിട്ടും, കുറയും, ഇങ്ങനെയുള്ള ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങൾക്കും പ്രവചിക്കാൻ. അത് രണ്ടല്ല. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഇന്റൻഷൻ എനിക്ക് നന്നായി മനസ്സിലാവും. ഞാൻ 35 വർഷം ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസിനേക്കാളും എനിക്ക് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ചോദ്യം എങ്ങോട്ടാണ് വരുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മോദിയുടെ അപ്രൂവൽ, മോദിയുടെ അക്സെപ്റ്റൻസ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ബി.ജെ.പി. വളരാൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ ബി.ജെ.പിയുടെ വോട്ടിംഗ് പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു പതിറ്റാണ്ട് മുമ്പ് എടുത്താൽ ഗ്രോ ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ 2006, 2011, 2014, 2016, 2017 ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭ ഇലക്ഷൻ സ്വാഭാവികമായിട്ട് ഇൻക്രീസ്. ചോദ്യം തന്നെ ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾ
നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു ബി ജെ പി ഒറ്റക്കല്ല മത്സരിക്കുന്നത്. പറയട്ടെ അല്ലല്ല ഉണ്ടാവുന്ന ഒരു പക്ഷേ അധികമായി ലോക്സഭാ ഇലക്ഷനിൽ കിട്ടാവുന്ന വോട്ട് എന്നുള്ള ഞാൻ ചോദിക്കട്ടെ, വോട്ട് എങ്ങനെ കിട്ടും, എത്ര കിട്ടും എന്ന് എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഇത്ര വോട്ടേ കിട്ടിയിട്ടുള്ളൂ, ഇത്തവണ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കിട്ടുന്നു എന്തിനാണ് നിങ്ങൾ ചോദ്യം? ആ ചോദ്യം എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് അതാണ് മനസ്സിലായി. നിങ്ങൾ രാഷ്ട്രീയം ചോദിക്കും, രാഷ്ട്രീയം ചോദിക്കും. ഒരു മാധ്യമം ഒരു ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം ചോദിക്കൂ. കഴിഞ്ഞ തവണയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്ര 2 ലക്ഷം വോട്ട് കുറഞ്ഞു പോയി, ഇത്തവണ നിങ്ങൾക്ക് എങ്ങനെ? അതല്ല നിങ്ങൾ ചോദിക്കും. ജനങ്ങൾ ഏതിനോടാണ് പ്രതികരിക്കുന്നത്? ഏത് വിഷയമാണ് ഈ ലോക്സഭയിൽ ചർച്ച ചെയ്യുന്നത്? അതിൽ NDAയുടെ മേൽക്കൈ എന്താണ്? അതിൽ മോദിയുടെ പ്ലസ് പോയിന്റ് എന്താണ്? അതിലേക്ക് ഞാൻ വരാം. എന്റെ ചോദ്യത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും BJP അവരുടെ ബേസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തിൽ ഇപ്പോൾ അധികമായി കിട്ടുന്ന വോട്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അഭിലാഷ്, എനിക്ക് മനസ്സിലായി രാഷ്ട്രീയ പാർട്ടി. ഞാൻ 2019 പിണറായി വിജയന്റെ പാർട്ടിക്ക് എത്ര ലക്ഷം വോട്ട് ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും കുറഞ്ഞു. നിങ്ങൾ അത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അതെ 2021 അവർ മേക്കപ്പ് ചെയ്തല്ലോ. പിന്നെ എന്താണ് ആ ചോദ്യം ഇങ്ങോട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്കൽ വിഷയങ്ങൾ എന്താണ്? അവന്റെ ജീവൽ പ്രശ്നങ്ങൾ എന്താണ്? അവിടെ 2 മുന്നണികളുടെ നിലപാട് എന്താണ്? ഇപ്പൊ തന്നെ കറപ്ഷൻ, എല്ലാവരും വലിയ തോതിൽ അഴിമതിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. UDF പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ ബാങ്കിൽ ശരിയായ അന്വേഷണം നടക്കുന്നു, കോഓപ്പറേറ്റീവ് അഴിമതിയിൽ. എന്താണ് UDFന് അവകാശപ്പെടാനുള്ളത്? ഈ കറപ്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ സമീപ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT തൃശ്ശൂരിൽ കേന്ദ്രീകരിക്കുകയാണ്. CPIMന്റെ ഒരു അക്കൗണ്ടിൽ അവിടെ പിടിവീണിരിക്കുന്നു, ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ അക്കൗണ്ടിൽ പരിശോധന നടത്തുക എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് തൃശ്ശൂരിൽ ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത് പിന്നിൽ ഒരു തൃശ്ശൂരിലാണെന്ന് കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സിറ്റുവേറ്റഡ് ഇൻ തൃശ്ശൂർ. അല്ല, IT ആക്ഷൻ മാത്രമല്ല, അവരുടെ മറ്റൊരു ബാങ്കിലെ 32 ബാങ്കുകൾ കള്ള അക്കൗണ്ടുകൾ CPM പാർട്ടിക്കുണ്ട് എന്ന് മെറ്റീരിയൽ എവിഡൻസ് വെച്ചിട്ടാണ് ED അന്വേഷിച്ചത്. ഇതൊരു പ്രശ്നം സഹകരണ ബാങ്കിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടല്ല ഏറ്റവും ഒടുവിൽ. CPM ഈ കള്ളപ്പണം എല്ലാം എടുത്ത് അവസാനം രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ പാർട്ടിയിൽ നിക്ഷേപിച്ചു. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് കോൺഗ്രസ് കണക്ക് ഹാജരാക്കാതെ സഹോദര, അത് നിങ്ങൾ പറയും, ഞാൻ പറയട്ടെ, IT ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ആ ആക്ഷനിൽ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ IT ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ശരി, ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത് 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇത് പരിശോധിക്കാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്മാറി. IT ആക്ഷൻ ഇത് ഇലക്ഷന്റെ മധ്യത്തിൽ ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടതായാലും മറ്റ് സാമ്പത്തിക ട്രാൻസാക്ഷന്റെ കാര്യമായാലും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കരുത് മണിക്കൂറിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണെന്ന്. തൃശ്ശൂര് മാത്രമല്ല, പല ജില്ലാ കമ്മിറ്റികളുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടും. 26-ാം തീയതി കഴിഞ്ഞാലും ITക്ക് പരിശോധിക്കാം, EDക്ക് പരിശോധിക്കാം. എന്റെ ചോദ്യം, തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു അന്വേഷണവും വേണ്ട എന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു നിയമമുണ്ടോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഒരു അന്വേഷണവും നടക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 26-ാം തീയതി കഴിഞ്ഞാലും ഈ ഏജൻസികൾക്ക് പ്രവർത്തിക്കാൻ ആരും ഒരു അഭാവവും പറയില്ല. BJP പ്രതീക്ഷിക്കുന്ന, ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന ഒരു സീറ്റിൽ മത്സരം നടക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ അവിടെ കൃത്യമായി ഞെരുക്കുക, ഒരു തരത്തിലുള്ള എന്താ പറയാ വാളിന് കീഴെ നിർത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് അങ്ങനെ സംശയിക്കാനൊന്നുമില്ല. അത് തന്നെയാണ് കോൺഗ്രസ് അജയ് മാക്കൻ അവിടെ കത്തയച്ചു. ആദ്യം കെജ്രിവാളിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം, ഇപ്പം കത്ത് മുക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ആ കത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. അവർ സതീശൻ ചെയ്ത പോലെ പിടിക്കൂ, കെജ്രിവാളും മോദിയുമായി അന്തർധാരയാണ്, 2 ഹനുമാൻ ഭക്തന്മാരാണ്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രചരണം ഉണ്ടായിരുന്നത്. പിടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കള്ളന്മാരെല്ലാം വട്ടത്ത് കൂടിയിരിക്കുകയാണ്. ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയനും മകൾക്കെതിരെയുള്ള അഴിമതി കേസും ശക്തമായാൽ അവസാനം VD സതീശനും കോൺഗ്രസിലെ ലീഗുകാർ, കുഞ്ഞാലിക്കുട്ടി എന്തായാലും വരും, ലീഗുകാരെല്ലാം ചേർന്ന് വട്ടത്തിലിരിക്കും. EDയും ITയും തൃശ്ശൂരിൽ തമ്പടിക്കുന്നത് BJP ജയിപ്പിക്കാനല്ല. ഒരു കാരണത്തിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന്. സുരേഷ് ഗോപി അല്ലെങ്കിലും 101% പാട്ടുപാടി ജയിക്കും. ഇതെന്തിനാണ് ED? ഇപ്പോൾ EDക്ക് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ EDക്കുന്ന വരട്ടെ, ED കൊണ്ടുവന്ന് ഞാൻ ജയിപ്പിക്കല്ലോ. അങ്ങനെ എന്ത് ആദ്യം നിങ്ങൾ പറഞ്ഞു എല്ലാ മണ്ഡലവും ജയസാധ്യത, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു. മോദി അല്ല, നിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അല്ല, നിങ്ങളല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യും. മോദി ജയിച്ചാലൊക്കെ EVM ടാമ്പർ ചെയ്യും. കർണാടക ജയിച്ചപ്പോൾ അതില്ല. ഇപ്പം പറയുന്നത് EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഉണ്ടായിട്ടാണോ 2014 മോദി അധികാരത്തിൽ വന്നത്? EDയും ഇൻകം ടാക്സ് ഉണ്ടായിട്ടാണ് 19 വീണ്ടും ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ BJPയിലേക്ക്
കുറച്ചധികം നേതാക്കൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മജയാണ്. അങ്ങനെ ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രമുഖരായ നേതാക്കൾ BJP-യിൽ ചേരുന്നത് കണ്ടു. കേരളത്തിലും അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ആര് നിൽക്കും? 30-38 സീറ്റിലപ്പുറം രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കിട്ടാൻ പോകുന്നില്ല. ആ പാർട്ടിയിൽ ഇനി എന്ത് കാര്യമുണ്ട് നിന്നിട്ട്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ ആൾക്കാർ BJP എല്ലാ മുന്നണിയിൽ നിന്ന് വരും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു പകുതി ഞങ്ങളുടെ കൂടെ ആയിരിക്കും. അല്ല, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ദേശീയ തലത്തിൽ BJP നിർത്തിയിരിക്കുന്ന മൊത്തം സ്ഥാനാർത്ഥികളുടെ 4-1 പേർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ പാർട്ടിയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവരാണ്. കേരളത്തിലും 4 പേര് അങ്ങനെയാണ്. ഇപ്പോൾ BJP ഒരു ഐഡിയോളജിക്കൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു എന്ന ഒരു രീതി ആശയം മാറുന്നില്ലല്ലോ. ആശയമല്ലേ അവരുടേത്. BJP-യെ കോൺഗ്രസ്സുകാർ വരുമ്പോൾ അവർ BJP ആശയം സ്വീകരിച്ചിട്ടല്ലേ വരുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ ആശയം വെച്ചിട്ടാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ പോരെ. ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കും, ഇനിയും കൊടുക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പല ആൾക്കാരും. പാർട്ടി പ്രത്യേകിച്ച് വളരെ സംഘ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അമർഷം ഉണ്ടാവില്ല. വേറൊരു പാർട്ടി കാര്യമുള്ളൂ എന്നുള്ള മട്ടിലാവില്ലേ കാര്യം? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് സംഘത്തിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഞാൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആരെങ്കിലും സംഘത്തിലോ സംഘപരിവാറിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്നവരല്ല. അവർ ആർക്ക് സീറ്റ് കൊടുത്താലും ആ പ്രവർത്തകരെ സന്തോഷമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്നുള്ള ഒരു പ്രതിപക്ഷ പ്രചാരണമാണ്. അത് ആരും മുഖവിൽ കിടക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ 4 സ്ഥാനാർത്ഥികൾ. അപ്പോൾ അതിൽ മുസ്ലിം ലീഗ് സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്ത അബ്ദുൽ സലാം മുതൽ കഴിഞ്ഞ തവണ കൈപ്പത്തിയിൽ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ വരെ നിങ്ങൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഇപ്പുറത്തെ 5 ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. നിങ്ങൾ ഈ 4 പേര് കോൺഗ്രസ് നിന്ന് വന്നത് കൊടുത്തു, ശരി. ഞങ്ങൾ 5 വനിതകളെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരാളും അത് ചർച്ച ചെയ്യില്ല. കേരളത്തിൽ ഒരു മീഡിയയും ഈ വനിതാ ബില്ലിൽ 2024 തന്നെ നടപ്പാക്കണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരാണ് രാഹുൽ ഗാന്ധി. ഇത്രയും വലിയ 19 സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ച് ഇപ്പോഴും ആകെ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒരു സീറ്റാണ് കോൺഗ്രസ് കൊടുത്തത്. അത് ചർച്ച ചെയ്യണം നിങ്ങൾ. ഞങ്ങൾ 5 സീറ്റ് കൊടുത്തു, 20-ൽ 5. ഒരെണ്ണം കൂടി കൊടുത്താൽ 33% ആയി. നോക്കൂ, ഇത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. 4 പേര് കോൺഗ്രസ് എന്ന് വന്നവർക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കും. പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവർക്കും കൊടുത്തേനെ. കാരണം എന്താ അറിയോ? കോൺഗ്രസ് എന്ന് വന്ന ജനപിന്തുണയുള്ള ആൾക്കാരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പത്മജ വന്നപ്പോ കാസർഗോഡ് CK പത്മനാഭന് വിഷമമുണ്ടായത് നമ്മൾ കണ്ടു. ഇനിയിപ്പോ കൂടുതൽ ആളുകൾ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴും ഒരു 30% ആൾക്കാരെ ഞങ്ങൾ പുതുതായിട്ട് എല്ലാ പദവികളും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. BJP 15% നിൽക്കുന്ന ഒരു പാർട്ടി ഈ 15%-അകത്തിലുള്ളവർ തന്നെ എല്ലാ പദവികളും എല്ലാ സീറ്റുകളും മത്സരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാർട്ടി വളരണ്ടേ? ഈ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊടുക്കും. ഈ കുറി ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരം LDF-ഉമായിട്ടാണോ UDF-ഉമായിട്ടാണോ? പല മണ്ഡലങ്ങളിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ LDF-ഉം NDA-യും തമ്മിലാണ്, ചില മണ്ഡലങ്ങളിൽ UDF-ഉം NDA-യും തമ്മിലാണ്, ചില മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം തമ്മിലാണ്. അപ്പോൾ LDF-ന്റെ കൺവീനർ തന്നെ BJP-ആണ് ചിലയിടത്ത് ഞങ്ങൾക്ക് എതിരാളി എന്ന് പറയുകയും NDA സ്ഥാനാർത്ഥിമാർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായി നടക്കുന്നതാണോ? അറിയാതെ പറഞ്ഞു പോയ സത്യമാണെന്ന് എനിക്കറിയില്ല. കുറച്ച് കാലമായിട്ട് EP-യുടെ പ്രസ്താവനകളെല്ലാം എനിക്ക് തോന്നുന്നു പിണറായി തന്നെ ഉദ്ദേശിച്ചുള്ള പ്രസ്താവനകളാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട പെൺകുട്ടി ബാംഗ്ലൂരിൽ പോയിട്ട് പിന്നെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് തുടങ്ങിയത് അത് പറഞ്ഞല്ലോ. ഇതും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ BJP-യുടെ ആണല്ലോ നല്ല കാൻഡിഡേറ്റ്സ്. തിരുവനന്തപുരത്ത് മത്സരം LDF-ആയിട്ടാണോ UDF-ആയിട്ടാണോ? തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരമാണ്. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പാർട്ടി പൂർണ്ണമായും ഇറങ്ങുന്നില്ല എന്നൊക്കെ ഒരു ഉപശാല വർത്തമാനമുണ്ട്. ശരിയാണ്? ഉപശാലയല്ലേ ഉള്ളൂ. ശരിയായ വർത്തമാനം അതല്ല. ശരിയായ വർത്തമാനം അവിടെ അതായത് ശശി തരൂരിൻ്റെ ഇറിറ്റേഷൻ, ഇത്രയും ഒരു അസ്വസ്ഥത ഞാനൊരു കാൻഡിഡേറ്റിന് കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ചീപ്പായിട്ട് ഇതേപോലെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം പറയും, പക്ഷേ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അങ്ങനെ പറയില്ല. അപ്പോൾ ഇന്നലെ അദ്ദേഹം വളരെ മോശമായിട്ട്, അപ്പോൾ അത് ആ വെപ്രാളമാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ആളിറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രചരണമാണ്. രാജീവ് ചന്ദ്രശേഖരൻ സ്വന്തമായിട്ടൊരു വലിയ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒരു പ്രൊഫഷണൽ അവിടെ പാർട്ടി സാധാരണ നിലയ്ക്ക് ഒന്നുമില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നെയാണ് അവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരു സംഭവം ഒരു സംവിധാനവും സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. എല്ലാം പാർട്ടി സംവിധാനത്തിൽ തന്നെയാണ് പ്രവർത്തി. ഒരു മണ്ഡലത്തിലും അങ്ങനെ നമ്മളെ പാർട്ടിക്കകത്തില്ല. എല്ലാ മോണിറ്റർ ചെയ്യുന്നത് പാർട്ടി തന്നെയാണ്. ഇപ്പോൾ താങ്കൾ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കേണ്ട ചുമതലയുള്ള ആളാണ്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടി വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മൾട്ടി ടാസ്കിന് ട്രെയിൻഡായി BJP-ക്കാരെല്ലാം.
പല പല ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് ചെയ്യാൻ ട്രെയിൻഡായി. പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ നേതൃത്വമാണ്. എല്ലാ സംവിധാനങ്ങളും നേരത്തെ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ആ സംവിധാനങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ അത് നേരത്തെ തന്നെ തീരുമാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കാൻഡിഡേറ്റ്സ് മാത്രമാണ് ആ സമയത്ത് വരുന്നത്, ബാക്കിയെല്ലാം പാർട്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന മിഷണറി ഉണ്ട്. അതുകൊണ്ട് അതിന് ബാധിക്കില്ല. താങ്കൾ നിയമസഭയിൽ മഞ്ചേശ്വരത്തേക്ക് മത്സരിക്കുമ്പോൾ വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ വലിയ വോട്ട് 2,97,000 പരം വോട്ട് സമാഹരിച്ചു. അങ്ങനെ ഒരു ഫൈറ്റ് കാഴ്ചവെച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഇത്തവണ BJP അതുപോലെ ഉള്ള അത്തരത്തിലുള്ള അഡ്വാൻറ്റേജിൽ ഉള്ള ഒരു സ്ഥലത്തല്ല മത്സരിക്കുന്നത് എന്നുള്ളത് വിഷമമുണ്ടാക്കുന്ന കാര്യം. അല്ല, നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടാണ്. ഇല്ല, വയനാട് പാർലമെന്റ് വയനാട് ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാം. ഒരു തവണ BJP 10% വോട്ട് കിട്ടാത്ത മണ്ഡലമാണ് വയനാട്. 1 ലക്ഷം വോട്ട് ഇതുവരെ കടന്നിട്ടില്ല. ആയിക്കോട്ടെ 2% വോട്ടിൽ നിന്ന് ത്രിപുരയിൽ നിങ്ങൾ 50% എത്തിയത്. സാർ, വയനാട് വോട്ട് ഇത്തവണ നിങ്ങൾ നോക്കും. വയനാടിന്റെ ഒരു ഡെമോഗ്രഫി അങ്ങനെയാണോ? എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? നിങ്ങൾ ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ? ആ ധാരണ നിങ്ങൾക്ക് വേണ്ട. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ നിങ്ങളത് മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ബ്ലോക്ക് ഒന്നും ആണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. ക്രിസ്ത്യൻ വോട്ട് അല്ല, നിങ്ങൾ അതന്നെ ഞാൻ പറഞ്ഞത്. മൈനോറിറ്റി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെല്ലാം ഒറ്റ ബ്ലോക്കാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായിട്ടുള്ള അസ്തിത്വമുണ്ട്. ഈ SDPI കൂട്ടുകൂടുന്നവരും ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നവരും ഈ പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്നവരും ഒരു കാര്യം ആലോചിച്ചോളൂ, മതന്യൂനപക്ഷങ്ങൾ ഉയർത്താൻ പറ്റാതെ അവര് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ധാരണ കോൺഗ്രസിന് വേണ്ട. മതന്യൂനപക്ഷങ്ങളെല്ലാം ഒരു ബ്ലോക്കാണ്, ആ ധാരണയൊന്നും വേണ്ട. ജനങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അല്ല, ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ BJP കിട്ടുമെന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ക്രിസ്ത്യൻ സഭാ അധ്യക്ഷന്മാരും നേതാക്കളും അവരുടെ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ BJPയെ തള്ളി പറയുന്നതിൽ വിഷമമുണ്ടോ? നിങ്ങൾ മാനന്തവാടി ബിഷപ്പിന്റെ പ്രസ്താവന ഇന്നലെ കണ്ടില്ലേ? ഇല്ല, ഞാൻ മാനന്തവാടി ബിഷപ്പിന്റെ പ്രസ്താവന അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും ഒറ്റ ബ്ലോക്കാണെന്നും കഴിഞ്ഞ തവണത്തെ പോലെ ന്യൂനപക്ഷ പിന്തുണ എല്ലാം ഒരു കൂട്ടർക്കാണും എന്നൊന്നും ആരും ധരിക്കേണ്ട. കാലൊക്കെ മാറി, വെള്ളമൊക്കെ ഒഴുകിപ്പോയി. എല്ലാവരും സ്വതന്ത്രമായി ചിന്തിക്കുന്നു, വികസനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വേവലാതിയില്ല. ഇവിടെ നടക്കുന്ന പ്രചാരണങ്ങളൊന്നും വസ്തുതയായിട്ട് ബന്ധമില്ലാത്ത പ്രചാരണങ്ങളാണ്. അല്ല, പക്ഷേ ഇപ്പോൾ BJP പ്രതീക്ഷ വെക്കുന്ന ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം ഫോർ എക്സാമ്പിൾ, അവിടെ ലത്തീൻ സഭ CSI സഭ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ CSI സഭയുടെ ഭാഗമായിട്ട് പെസഹ ദിന സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം 2014-ന്റെയും 2023-ന്റെയും കണക്ക് വെച്ച് അദ്ദേഹം എത്ര വർദ്ധിച്ചു എന്ന് ഉദാഹരിക്കുകയാണ് തോമസ് ജെ നെറ്റോ. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ താങ്കൾ കുറച്ച് റിപ്പോർട്ടേഴ്സിനെ അയക്കണം. ലത്തീൻ സമുദായവും അപ്പുറത്തെ നാടാർ CSI സഭയുടെ അംഗങ്ങളുള്ള സ്ഥലത്തേക്ക് നിഷ്പക്ഷരായിട്ടുള്ള ചില മാധ്യമപ്രവർത്തകരെ നിങ്ങൾ അയക്കണം. തൃശ്ശൂർ അതിരൂപത അവരുടെ കത്തോലിക്ക സഭ എന്ന പ്രസിദ്ധീകരണമുണ്ട്. അവർ പറയുന്നു വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും ഒക്കെ പലപ്പോഴും ഉണ്ട്. ഏപ്രിൽ 26 വരെ നിയമം അടക്കമുള്ള വിഷയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒന്ന് CSI സഭ, അതുപോലെ അതിരൂപതകൾ. പൗരത്വ നിയമം എങ്ങനെയാണ്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഉള്ള ക്രിസ്ത്യാനികൾ, പെർസിക്യൂഷന് വിധേയമായ ക്രിസ്ത്യാനികൾക്ക് പൗരത്വം കൊടുക്കേണ്ടെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് അവരോട് മറുപടി ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പെർസിക്യൂഷന് വിധേയമായ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പൗരത്വം ചോദിച്ച് എത്രയോ അപേക്ഷകൾ കെട്ടിക്കിടപ്പുണ്ട്. അവർ കൊടുക്കേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അതുകൊണ്ട് ഇതൊക്കെ ശരിയായ നിലയിൽ ബിഷപ്പന്മാർ പറയുന്നത് സഹോദരന്മാരെ ചേർത്ത് നിർത്തണം. ഇത് മാത്രമല്ല, നോക്കൂ, റാഫേൽ തട്ടിൽ സംസ്ഥാനത്തെ മലബാർ സഭയുടെ പറയാണ് മണിപ്പൂര് സഹോദരന്മാരെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞ എവിടുത്തെ കാര്യമാണ്? തോമസ് ജെ നെറ്റോയുടെ പ്രസംഗമാണ് ഉദ്ധരിച്ചത്. ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സഹോദരന്മാരെ ചേർത്ത് നിർത്തണോ? അതിപ്പോ ബിഷപ്പിനോട് അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെല്ലാം ISIS നടത്തുന്നത് എന്താ? എത്ര ക്രിസ്ത്യൻ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൽ ആരെ ചേർത്ത് നിർത്തണമെന്ന് പറയുന്നത്? അവലും കുന്തിരിക്കും കരുതിക്കോ എന്ന് പറയുന്നവരുടെ പിന്തുണ സ്വീകരിക്കുന്നവർ ചേർത്ത് നിർത്തണമെന്നാണോ? അല്ലെ രാഷ്ട്രീയമാണോ? എന്താണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവും. ആരായാലും അതെ, അത് സത്യമാണല്ലോ. നമ്മളെല്ലാവരും ഈ ഭാരതം അല്ല, ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അതൊക്കെ ഉപചാര വാക്കുകൾ എല്ലാ ആഘോഷങ്ങളിലും ഇപ്പം നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ അതിൽ മാത്രം എന്തിനാണ് രാഷ്ട്രീയം കാണുന്നത്? അല്ല, ഓണത്തിന് നമ്മൾ എന്താ പറയുന്നത്? മാവേലി നാടുവാണ് ഇടുംകാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ്.
അപ്പൊ നമ്മൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ക്രിസ്ത്യാനി എന്ത് മുസ്ലിം അതൊക്കെയായിരിക്കും. അതൊക്കെ തന്നെ പെസഹ സന്ദേശം അത്രയൊക്കെ സഭാനാഥന്മാർ പറഞ്ഞത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. എപ്പോഴും അങ്ങനെയാണെന്ന് യേശു അല്ല, എന്തുകൊണ്ട് നിങ്ങളെ ഒരു രാഷ്ട്രീയ പതിറ്റാണ്ട് യേശുദേവൻ എന്താണ് പറഞ്ഞത്? ഭരണത്തിലിരുന്ന എല്ലാ പാർട്ടിക്ക് പ്രജകളും ഒരു എല്ലാ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സാധ്യമാവാത്ത എന്തുകൊണ്ടാണ് എല്ലാ എന്നാണ് ഇല്ല, എൻ്റെ നിങ്ങൾ സംശയം. അതിനെപ്പറ്റി ഒന്നും പറയണ്ട. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണെന്നാണ്, എല്ലാ പ്രജകളും ഒരുപോലെയാണെന്നാണ്. നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം അദ്ദേഹം ആവർത്തിച്ചതിൽ എന്താണ് രാഷ്ട്രീയം നിങ്ങൾ കാണുന്നത്? നമുക്കിപ്പോൾ മണിപ്പൂർ റാഫേൽ തട്ടിൽ ഉദ്ധരിച്ചു. ജോസഫ് പാംപ്ലാനി റബ്ബറിന് വില ബി ജെ പിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാള് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് പറയുന്നത് വംശഹത്യ നടന്നു എന്നാണ്, ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. മണിപ്പൂർ കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റിൽ കുറെ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. ഇലക്ഷൻ നിങ്ങളിത് കേൾക്കണം. മണിപ്പൂർ ചർച്ചാ വിഷയമാക്കിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി, ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടി, നിങ്ങൾ കണക്കെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നോർത്ത് ഈസ്റ്റിൽ തന്നെ നടന്നു. നമുക്ക് നോക്കാം. അല്ല, മണിപ്പൂർ ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ ഒരു ബ്ലോക്കല്ല എന്ന് താങ്കൾ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അത് മനസ്സിലാവും. അതായത് പല സഭകൾക്ക്, ഞാൻ പറയുന്നത് ഒരുപാട് സഭകളുടെ നിലപാട് ഞാൻ ഇതിനോടകം പറഞ്ഞു, അവരാരും ഒരു പ്രോ ബി ജെ പി ഞാൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഭയ്ക്ക് പുറത്തല്ല, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളാം എല്ലാം ഒറ്റ ബ്ലോക്കാണെന്ന് ധരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഏപ്രിൽ 26 കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെല്ലാം ഒറ്റ ബ്ലോക്ക്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ബാധകമാണോ? ഞാൻ പറഞ്ഞതാ, അത് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ നോക്കിക്കോ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.